Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തേക്കുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഉപ്പിട്ടാണ് ഇത് ബോയിൽ ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 8 വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. സ്പ്രിംഗ് അണിയനാണ്. സ്പ്രിംഗ് അണിയൻ്റെ അടിയിലത്തെ ഭാഗമാണത്. അത് നമ്മൾ ഉള്ളിയായിട്ട് വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് ആണത്. ഇത് ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് അണിയൻ്റെ മുകളിലത്തെ പാർട്ടാണത്. ഇത് സ്പ്രിംഗ് അണിയൻ്റെ അടിയിലത്തെ പാർട്ട്, ഇത് സ്പ്രിംഗ് അണിയൻ്റെ മുകളിലത്തെ പാർട്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ചൂട് കട്ടിയുള്ളൊരു ഫ്രൈ പാനാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്ത് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിലിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സ്പ്രിംഗ് അണിയൻ്റെ അടിയിലത്തെ പാർട്ട് ചേർക്കണയാണ്. ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഇനി ഇതിലേക്ക് ക്യാരറ്റ്, ക്യാരറ്റാണ് കുറച്ച് മൂക്കാൻ താമസമുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ആദ്യമേ ഇട്ടത്. അപ്പോൾ ക്യാരറ്റ് നല്ല ഒന്നും കൂടെ പൊടിയായിട്ട് അരിയാമെങ്കിൽ കുറച്ചും കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ക്യാരറ്റൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോട്ടാവണം. ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, ഇതിലേക്ക് ക്യാബേജ്, ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, നമ്മൾ ചോറിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കാം. റൈസ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസ് ആട്ടോ. പിന്നെ അതും കൂടി ഇട്ടിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ലെണ്ണ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ കൂടെ വെതറി കൊടുക്കാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.